സ്വന്തം മന്ത്രിക്കെതിരെ നടപടിയെടുത്ത് തടിരക്ഷിക്കാനും കസേര നിലനിർത്താനുമായി പാതിരാത്രിയിൽ വീഡിയോ വരെ പുറത്തുവിട്ടൊരു പ്രധാനമന്ത്രിയെ അടുത്ത കാലത്തൊന്നും ഈ രാജ്യം കണ്ടിട്ടില്ല. BJP ഇത്തരം സംഭവങ്ങൾക്ക് ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലെ സകല വോട്ടുകളും പെട്ടിയിലാക്കാനായി BJP ഏത് കളിയും കളിക്കുമെന്ന് ഉറപ്പിക്കുന്നു. ആ കളി പക്ഷേ ഇന്നേ തുടങ്ങുകയാണ് കേരളത്തിലെ BJP. അതിനു പിന്നിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുക്കിയ കോടികളുടെ കൊള്ള പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി കിട്ടിയ 3 നിയമസഭാ സീറ്റുകളുടെ മാറ്റു പോലും കുറഞ്ഞു പോകുന്നു. മാത്രവുമല്ല, പാർട്ടിക്കെതിരെ പല മുറുമുറുപ്പുകളും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിലെ BJPയെ കടുത്ത പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾക്കെല്ലാം വഴിതിരിച്ചു വിടുകയും വേണം. ഒപ്പം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി കളമൊരുക്കുകയും വേണം. ഇതെല്ലാം പത്തനംതിട്ടയിൽ നിന്നു തന്നെ തുടങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കേരളത്തിലെ BJP അധ്യക്ഷൻ. തന്ത്രപരമായ മാറ്റങ്ങളിലൂടെ പാർട്ടിയെ സജ്ജമാക്കുക എന്ന നയമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ആദ്യപടിയാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ യുവമോർച്ച പ്രഭാരി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ അനൂപ് ആന്റണിയെ മത്സരരംഗത്തിറക്കാനാണ് BJPയിൽ പ്രാഥമിക ധാരണയായിട്ടുള്ളത്. പത്തനംതിട്ടയിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ പൂർണ്ണസമയം ശ്രദ്ധ പതിപ്പിക്കാൻ പ്രഭാരി സ്ഥാനം ഒഴിയുന്നതാണ് ഉചിതമെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു. മണ്ഡലത്തിൽ ഉടൻ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും നേതൃത്വം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല മണ്ഡലത്തിൽ അനൂപ് ആന്റണി കാഴ്ചവെച്ച മികച്ച പ്രകടനവും BJPയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വൻ വർധനവുമാണ് പത്തനംതിട്ടയിലേക്ക് അദ്ദേഹത്തിന് വഴി തുറന്നത്. അനൂപ് ആന്റണി പാർലമെന്ററി രംഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടെ യുവമോർച്ചയുടെ പുതിയ പ്രഭാരിയായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, യുവമോർച്ച മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സുധീറിനെ ഉടൻ നിയമിക്കും. നിതീഷ് സഹപ്രഭാരിയായി തുടരുകയും ചെയ്യും. സംഘടനാപരമായ മാറ്റങ്ങൾക്ക് പുറമെ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ ഉൾപ്പെട്ട നേതാക്കൾക്കെതിരെ കടുപ്പമേറിയ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുന്നത്. ആരോപണ വിധേയരായവരെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ നേതൃത്വം ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന ഭാരവാഹികളുടെ യോഗത്തിൽ നിന്ന് ആരോപണ വിധേയനായ മുതിർന്ന നേതാവിന് ലിങ്ക് കൈമാറാതെ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു. ഔദ്യോഗിക കത്തിടപാടുകൾ നടത്തുന്ന ചില ഭാരവാഹികളും നിലവിൽ നേതൃത്വത്തിൻ്റെ കടുത്ത നിരീക്ഷണത്തിലാണ്. നേരത്തെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സജീവമായിരുന്ന പത്തനംതിട്ടയിൽ അനൂപ് ആന്റണിയുടെ സംഘടനാ പാടവവും യുവത്വവും അനുകൂല ഘടകമാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഷോൺ ജോർജുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അനൂപിൻ്റെ ചുമതല മാറ്റത്തിന് പിന്നിലെന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ പാർട്ടി തള്ളിക്കളയുന്നു. ചുരുക്കത്തിൽ, സാമ്പത്തിക ആരോപണങ്ങളിലും ആഭ്യന്തര തർക്കങ്ങളിലും പെട്ടു നിൽക്കുന്ന പാർട്ടിയെ കരകയറ്റാനും പത്തനംതിട്ട പിടിച്ചെടുത്ത അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമുണ്ടാക്കാനുമുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്ത്രപരമായ പടയൊരുക്കത്തിനാണ് BJP ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്.